അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രബിൾ ഷൂട്ടിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലും അതിന് മുമ്പത്തെ ക്ലാസ്സിലുമായിട്ട് ട്രബിൾ ഷൂട്ടിങ്ങിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു. 1 മുതൽ 12 വരെയുള്ള സ്റ്റെപ്പുകൾ, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് റെഡി ആവാത്തത്, വിചാരിച്ച പോലെ ഫലം കിട്ടാത്തത് എന്നതിൻ്റെ ഒരു ട്രബിൾ ഷൂട്ടിങ്ങാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നടത്തിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് പറയാനുള്ളത് ജമ്പ് സ്റ്റാർട്ടിംഗ് ആണ്. ജമ്പ് പറഞ്ഞാൽ ചാടുക, സ്റ്റാർട്ട് ആണ് തുടങ്ങുക. ജമ്പ് സ്റ്റാർട്ടിങ്. ഈ ജമ്പ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സ്വഭാവം വളരെ പെട്ടെന്ന് കുട്ടി തുടങ്ങണം, വളരെ പെട്ടെന്ന് ഒരു വലിയൊരു സ്വഭാവം കുട്ടിയിൽ രൂപപ്പെടുത്തണം. അതിനെന്ത് ചെയ്യും എന്നതാണ് ജമ്പ് സ്റ്റാർട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വലിയൊരു സ്വഭാവം, കാര്യപ്പെട്ടൊരു സ്വഭാവം പെട്ടെന്ന് കുട്ടിയിൽ ഉണ്ടാവണം. വളരെ പെട്ടെന്ന് ആ കുട്ടിയിലെ ഒരു സ്വഭാവം ഹാബിറ്റായി മാറണം. അതിനെന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യുക. അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ട്രിക്കാണ് ജമ്പ് സ്റ്റാർട്ടിംഗ് എന്നുള്ള ടെക്നിക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തത്, അത് 4 സ്റ്റെപ്പാണുള്ളത്. ഈ സ്ട്രാറ്റജി, ഈ ഒരു ടൂള് 4 സ്റ്റെപ്പാണുള്ളത്. ഒന്നാമത്തത്, പ്രോംപ്റ്റ് യുവർ ചൈൽഡ് ടു കംപ്ലീറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എ ടാസ്ക്. ഉദാഹരണം, നമ്മളെ മോളെ ഏൽപ്പിക്കണം എന്ത്? നമ്മൾ അലക്കിയിട്ട ഡ്രസ്സ് മുഴുവനും ഉമ്മാനുണ്ടാവും, വാപ്പാനുണ്ടാവും, മനിയന്മാരത്, ജ്യേഷ്ഠന്മാരത്, പെങ്ങന്മാരത്, എല്ലാവരും ഉണ്ടാവും. ഇനി വീട്ടിൽ വേറെ ആരെങ്കിലും അവരുണ്ടാവും, അവരുടെ ഡ്രസ്സൊക്കെ ഉണ്ടാവും. അങ്ങനെ അലക്കിയിട്ടിട്ടുണ്ടാവും. ഈ അലക്കിയിട്ട ഡ്രസ്സ് അത് മൊത്തം റൂമിലേക്ക് കൊണ്ടുവന്ന് മടക്കി വെക്കണം. ഇത് നമ്മളെ മോളെ ഏൽപ്പിക്കാൻ പോവാണ്. പക്ഷേ ഇത് വലിയൊരു ടാസ്ക് അല്ലേ? വലിയൊരു ഉത്തരവാദിത്തമാണ്. കാരണം ഒരുപാട് ഡ്രസ്സ് ഉണ്ട്, ഇതൊക്കെ മടക്കി വെക്കുക എന്നുള്ളത് ഭയങ്കര റിസ്ക്കാണ്. ഒരിക്കലും ഒറ്റ തവണ പറഞ്ഞാൽ, അല്ലെങ്കിൽ ആദ്യം പെട്ടെന്ന് ഒരു കുട്ടീനോട് പറഞ്ഞാൽ കുട്ടി ഇത് ആക്സെപ്റ്റ് ചെയ്യൂല, ഉൾക്കൊള്ളാൻ കഴിയൂല. പക്ഷേ ഈ ഒരു സ്വഭാവം കുട്ടിയിൽ ഉണ്ടാവണം. കുട്ടിക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല, ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് കുട്ടിക്ക് ഡീൽ ചെയ്യാൻ കഴിയണം. എങ്ങനെയാണ് ഈ ഒരു സ്വഭാവം കുട്ടിയിൽ ഉണ്ടാക്കുക? ഉദാഹരണം പറഞ്ഞൊരു സ്വഭാവമാണ്. അങ്ങനെ ഒരുപാട് സ്വഭാവങ്ങൾ. അതിന് നമുക്ക് ജമ്പ് സ്റ്റാർട്ട് യൂസ് ചെയ്യാം. ജമ്പ് സ്റ്റാർട്ട്. അപ്പോൾ എങ്ങനെയാണ് ജമ്പ് സ്റ്റാർട്ട്? ആദ്യത്തെ സ്റ്റെപ്പ്, പ്രോംപ്റ്റ് യുവർ ചൈൽഡ് ടു കംപ്ലീറ്റ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് എ ടാസ്ക്. കുട്ടീനെ പ്രേരിപ്പിക്കുക. നമ്മൾ വലിയൊരു ടാസ്ക് നമ്മൾ മനസ്സിലുണ്ട്, ആ ടാസ്കിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് മാത്രം കുട്ടീനോട് പറയാം. ഉദാഹരണം, മോളെ ഈ എൻ്റെ ഉണങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് താഴെ കൊടുത്ത് മടക്കി വെക്കുക. അപ്പോൾ മോളെന്ത് ചെയ്യും? ആ മോളെ ഡ്രസ്സൊക്കെ താഴെ പോയിട്ട് എടുത്ത് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ മോളെ ഡ്രസ്സാകുമ്പോൾ 1-2 ഡ്രസ്സ് ഉണ്ടാവുള്ളൂ. എന്താണോ, ഏത് ടാസ്ക്കാണ് നമ്മൾ കുട്ടിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം പറയാം. ചെറിയൊരു ഭാഗം മാത്രം. കാരണം എല്ലാവരുടെയും ഡ്രസ്സ് മുകളിൽ നിന്ന് എടുത്ത് കൊണ്ടുവന്ന് മടക്കി വെക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗമാണ് മകളുടെ ഡ്രസ്സ് മാത്രം എടുത്ത് കൊണ്ടുവന്ന് മടക്കി വെക്കുക എന്നുള്ളത്. അപ്പോൾ മോളോട് പറയാം, മോളെ ഡ്രസ്സൊന്ന് കൊണ്ടുവന്നിട്ട് ഉണങ്ങിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടൊന്ന് മടക്കി വെക്കട്ടോ എന്ന് പറയാം. അതാണ് ഫസ്റ്റ് ടാസ്ക് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ്, മെൻഷൻ ദാറ്റ് യുവർ ചൈൽഡ് ക്യാൻ സ്റ്റോപ്പ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ എൻ്റെ മാത്രം കൊടുത്താൽ മതി കേട്ടോ, അതിൻ്റെ ശേഷം മറ്റുള്ളതൊന്നും ഈ കൊണ്ടുവരണ്ട എന്നുള്ളതും കുട്ടിനോട് പറയാം. അപ്പോൾ മോളോട് പറയാം, മോളെ ഈ എൻ്റെ ഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി, മറ്റുള്ളവരൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എടുത്തുകൊണ്ട് കുഴപ്പമില്ല, ഈ എടുക്കണമെന്നില്ല, അത് കൊടുന്ന് വെച്ചാൽ മതി, അത് കൊടുന്നിട്ട് മടക്കി വെച്ചാൽ മതി എന്നും കൂടി കുട്ടിനോട് പറയാം. അപ്പോൾ കുട്ടി എന്ത് ചെയ്തേ, ഇത്രയല്ലേ ഉള്ളൂ എന്നുള്ള ഫീലിംഗ് വരും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മളെ മനസ്സിൽ വലിയൊരു ഒരു സ്വഭാവം ഉണ്ട്, കുട്ടിയിൽ ഉണ്ടാവേണ്ട ആ സ്വഭാവം മനസ്സിൽ കാണുക. എന്നിട്ട് അതിൻ്റെ ചെറിയൊരു എൻ്റെ ഒരു ഭാഗം മാത്രം കുട്ടിനോട് ചെയ്യാൻ പറയുക. 2 ഈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പോകട്ടെ, കളിക്കാൻ പോവാം, അതിൻ്റെ മാത്രം കൊണ്ടു വെച്ചാൽ മതി, നിൻ്റെ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്ന് വെച്ചാൽ മതി, ബാക്കിയൊന്നും എടുക്കണമെന്നില്ല, എടുത്തിട്ട് പ്രശ്നമൊന്നുമില്ല, വേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒരു കുട്ടി വലിയൊരു പുസ്തകം വായിച്ച് തീർക്കണം. അപ്പോൾ അങ്ങനെ ഒരു കുട്ടി പുസ്തകം കൊടുത്തിട്ട് ഇത് മൊത്തം വായിച്ച് തീർക്കുമെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് പറയാം, മോനെ ഈ പുസ്തകം വായിക്കണം കേട്ടോ, ഇതിൻ്റെ 2 പേജ് വായിച്ചാൽ മതി. അപ്പോൾ അവനോട് പറയാം, മോനെ ഇതിൽ 2 പേജ് ഒന്ന് വായിക്കുകയെ, എന്നും 2 പേജ് വായിച്ചാൽ നിനക്ക് പോവാം. പിന്നെ ഈ ഇരിക്കണമെന്നൊന്നുമില്ല, വായിക്കണമെന്നൊന്നുമില്ല, എനിക്ക് പോവാം, വേണമെങ്കിൽ വായിക്കാം, നിർബന്ധമൊന്നുമില്ല, എൻ്റെ ഇഷ്ടം, ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ കുട്ടി 2 പേജ് വായിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? കുട്ടീനെ കൊണ്ട് മുഴുവൻ വായിപ്പിക്കാനാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? ആ കുട്ടീനെ കൊണ്ട് മുഴുവൻ ഡ്രസ്സും ഇവിടെ കൊണ്ടുവരിപ്പിക്കാനാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ കുട്ടിയോട് പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പ്, റീസ്റ്റേറ്റ് ദാറ്റ് യുവർ ചൈൽഡ് ഹാസ് എ ചോയ്സ് ടു സ്റ്റോപ്പ് ആഫ്റ്റർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓർ കീപ് ഗോയിങ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുട്ടീനോട് പറയാം, ചെയ്ത് കഴിഞ്ഞ ശേഷം പറയാം, ഇനി പോയിക്കോ, വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്കി ചെയ്യാം കേട്ടോ, പുസ്തകം 2 പേജ് വായിച്ചില്ല, ഇനി പോയിക്കോ, ഇനി വായിക്കണ്ട, ഇനി വേണമെങ്കിൽ വായിക്കാം. അപ്പോൾ ആദ്യം ഒരു വലിയ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗം പറയാം. 2 ഭാഗം പറയുമ്പോൾ തന്നെ കുട്ടീനോട് എന്ത് പറയാം, ഈ ബാക്കി ഇപ്പോൾ ചെയ്യണമെന്നില്ല, ഈ ഇത്ര ചെയ്താൽ മതി, ബാക്കി എൻ്റെ ഇഷ്ടം പോലെയാണ്. പിന്നെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി പോയിക്കോ, വേണമെങ്കിൽ ഈ വായിച്ചോ, അല്ലെങ്കിൽ ഈ പോയിക്കോ, ഇനി വേണമെങ്കിൽ ബാക്കിയുള്ള ഡ്രസ്സും കൊടുത്തിട്ടോ, പ്രശ്നമൊന്നുമില്ല, ഈ പോയിക്കോ, എനിക്ക് പോവാം. അങ്ങനെ പറയാം കുട്ടിയോട്. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. 4ാമത്തെ സ്റ്റെപ്പ്, പ്രൈസ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വെദർ ഓർ നോട്ട് യുവർ ചൈൽഡ് കണ്ടിന്യൂസ് ദ സീക്വൻസ്. കുട്ടി ആ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമല്ലോ. ഉദാഹരണം, ആ കുട്ടി അവളുടെ ഡ്രസ്സ് മാത്രം കൊണ്ടുവന്ന് വെച്ച് മടക്കി വെച്ചു, അല്ലെങ്കിൽ ആ പുസ്തകത്തിന് 2 പേജ് മാത്രം വായിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ പ്രൈസ് ചെയ്യാം, മാഷാഅല്ലാഹ് കുട്ടി വായിച്ചിട്ടോ, മാഷാഅല്ലാഹ് കുട്ടി ഡ്രസ്സ് കൊണ്ടുവന്ന് വെച്ചിട്ടോ എന്ന് പറയാം. ഇനി ആ കുട്ടി എന്ത് ചെയ്യണം? ബാക്കി ചെയ്യണില്ല, 2 പേജ് വായിച്ച് കുട്ടി പോയി, എന്നാൽ പോലും ഇനി അടുത്ത ദിവസം ചിലപ്പോൾ കുട്ടി അങ്ങനെ ചെയ്തോളണമെന്നില്ല, എന്നാലും എന്ത് ചെയ്യുക, ചെയ്തതിന് പ്രൈസ് ചെയ്യുക. അങ്ങനെ പ്രൈസ് ചെയ്താൽ
എന്നാൽ പിന്നെ ആ സ്വഭാവം മൊത്തം കുട്ടിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ജമ്പ് സ്റ്റാർട്ട് തുടങ്ങാനായിരിക്കും പണി. ആ സ്വഭാവം തുടങ്ങിയ പിന്നാണ്ട് എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അത് തുടങ്ങാനാണ് പണി. ഈ തുടങ്ങാനുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഉദാഹരണം വലിയൊരു ഹോംവർക്ക് ചെയ്യാണ്ട് ആ ഹോംവർക്ക് ഒരുപാടുണ്ട് പറയാണ്ട് കുട്ടി ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരിക്കും, കുട്ടിയെ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്ത് തുടങ്ങാനായിരിക്കും പണി. അപ്പോൾ നമുക്ക് ജമ്പ് സ്റ്റാർട്ട് യൂസ് ചെയ്യാം. മോനെ ഈ ഹോംവർക്കിൽ ആദ്യത്തെ പേജ് മാത്രം ഒന്ന് ചെയ്യേ, അത് മാത്രം ചെയ്താൽ മതി, അത് കഴിഞ്ഞിട്ട് എനിക്ക് കളിക്കാൻ പോകാം. അപ്പോൾ ഒരുപാട് ഹോംവർക്ക് ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു പേജല്ലേ ഉള്ളൂ, കുട്ടി സിമ്പിളായിട്ട് ചെയ്യും. തുടങ്ങിയാൽ പിന്നെ ബാക്കിയാണ് ചെയ്തോളും. പിന്നെ കളിക്കാൻ പോട്ടെ, വേണമെങ്കിൽ എനിക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ആ ഒരു പേജ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കുട്ടിയെ പ്രൈസ് ചെയ്യാം, മാഷാ അല്ലാ ഉഷാറായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അടുത്ത ദിവസം അടുത്ത പേജ്. അങ്ങനെ ഈ ഒരു ടാസ്കിനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് മേടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ജമ്പ് സ്റ്റാർട്ടിങ്. പെട്ടെന്ന് അടുത്ത ദിവസം എന്ത് ചെയ്യുക, അവളുടെ ഡ്രസ്സും അനിയത്തിൻ്റെ ഡ്രസ്സും കൂടിയും പറയാൻ പറ്റും. പിറ്റേ ദിവസം പിന്നെ അവളുടെ ഡ്രസ്സും അനിയത്തിൻ്റെ ഉമ്മാൻ്റെ ഡ്രസ്സും കൂടി പറയാൻ പറ്റും. പിന്നത്തെ ദിവസം ഈ എല്ലായിടത്തും നിൽക്ക്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനാണ് പ്രയാസം. സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ സിമ്പിളായിട്ട് തീർക്കാൻ പറ്റും. ദാറ്റ്സ് അമേസിങ്. അപ്പോൾ ജമ്പ് സ്റ്റാർട്ടിങ് 4 സ്റ്റെപ്പാണ്. 1, എന്താണ് ഒരു സ്വഭാവം നമ്മൾ മനസ്സിൽ കാണുക, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം പറയാം. 2, അതിൻ്റെ കൂടെ തന്നെ അവളോട് പറയാം, ഈ അത് കഴിഞ്ഞിട്ട് എനിക്ക് പോവാട്ടോ, ഈ ബാക്കി ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാം, ഈ പോയിക്കോ എന്ന് പറയാം. 3, ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിനക്ക് പോകാൻ ബാക്കി ചെയ്യണമെന്നില്ല, വേണമെങ്കിൽ ചെയ്യാം എന്ന് പറയാം. 4ാമത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൈസ് ചെയ്യുക, ഷാറായിട്ടോ എന്ന് പറയാം. ദാറ്റ് ഈസ് ദ ജമ്പ് സ്റ്റാർട്ടിങ്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഇൻഷാ അല്ലാഹ് അഭിപ്രായം പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.